ഇത് വേൾഡിന്റെ ഫസ്റ്റ് 3D നോട്ടാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എന്താണെന്നറിയണ്ടേ, ഇതിനൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ മൂല്യമായ ഒരു പ്രത്യേകതയുണ്ട് ഈ $1 നോട്ട്. ഒമാനി $1. അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ഈ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ. നമുക്ക് ആരാണെന്നും എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നും നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാം. ഇദ്ദേഹം നാട്ടിൽ നിന്ന് എത്തിയതാണ്. 2015 45th നാഷണൽ ഡേക്ക് റിലീസാക്കിയ നോട്ടാണ് സുൽത്താൻ ഖാബൂസ് ഉണ്ടാകുമ്പോൾ 45th നാഷണൽ ഡേ. ഇത് വേൾഡിന്റെ ഫസ്റ്റ് 3D നോട്ടാണ്. വേൾഡ്സ് ഫസ്റ്റ് 3D നോട്ട് എന്ന് പറയും. ഈ ആപ്പിൾ ഇതിങ്ങനെ വരുമ്പോൾ ഈ ആപ്പിൾ ഇതിൻ്റെ 3D നോട്ട് ഇത് സുൽത്താൻ ഖാബൂസ് അലാലം പാലസിൻ്റെ എൻട്രൻസ് ആണ്. ഒരു വിശേഷ ഫ്ലാഗ് റണ്ണിങ്ങിലുണ്ട് ഇതിൽ. മറ്റൊരു വിശേഷം ഇത് 3D ആണ്, 360 ഡിഗ്രി വ്യൂ ആണിത്. പാലസിൻ്റെ ബാക്ക് സൈഡ് അതും കാണിക്കും. ഇതിൽ ഇനോർ സ്പെഷ്യൽ ഉണ്ട്. ഫ്ലാഗ് ടച്ച് ചെയ്താൽ ക്രാക്കേഴ്സ് വരും. ഇതാണ് വേൾഡിൻ്റെ ഫസ്റ്റ് 3D നോട്ട്. ഇതാണ് എൻട്രൻസ് പാലസ്. ഇതാണ് ബട്ടർഫ്ലൈ. ഈ ബട്ടർഫ്ലൈ ടച്ച് ചെയ്യുമ്പോൾ അത് പോകും. ഇനൊരു ബട്ടർഫ്ലൈ ഇടുന്നുണ്ട്. ഇത് ടച്ച് ചെയ്യും, ഇതും പോകും. അപ്പം ഇത് അത്രയും പ്രിഷ്യസ് ആയ ഒരു നോട്ടാണ്. നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യം എത്ര വിഷൻ ഓറിയന്റഡ് ആണെന്ന് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാവും. നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഈ നോട്ടിന്റെ ഒരു പ്രത്യേകത കണ്ടോ. ഇപ്പൊ ഈ നോട്ട് ബാൻഡ് ആണ്. അത് മാത്രമല്ല ഈ ആപ്പ് ഇപ്പം അവൈലബിൾ അല്ല അല്ലേ. അപ്പം ഇദ്ദേഹം ഈ ഫോണിലാണ് ഈ ആപ്പ് വർഷങ്ങൾക്ക് മുമ്പേ ഇൻസ്റ്റാൾ ചെയ്തത്. 10 years ബിഫോർ ഇൻസ്റ്റാൾ ചെയ്തത്. ഇദ്ദേഹം ഈ ഫോണ് മാറ്റാതെ അപ്ഡേഷൻ ഒന്നും ചെയ്യാതെ ഇപ്പോഴും കൊണ്ടു നടക്കുക. ഇതിന്റെ മൂല്യം അത്രയ്ക്കാണ് അല്ലേ. നമുക്കറിയില്ല ഇതിന്റെ മൂല്യം. നമ്മളിവിടെ ജീവിക്കുന്ന പ്രവാസികൾക്കും ഇവിടുത്തെ പ്രവാസ നിവാസികൾക്കും ഒന്നും അറിയാത്ത ഒരു മൂല്യമാണ് ഈ നോട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഓരോ നോട്ടിനും ഓരോ മൂല്യമുണ്ട്. എന്നാൽ ഈ വിനിമയത്തിൽ വരുന്ന നോട്ടുകളെക്കാളും മൂല്യമുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചില കളക്ഷൻസിന്. ഇവിടെ നോക്കൂ, നമ്മുടെ സുൽത്താന്റെ ജനനതീയതിയും മരണതീയതിയും അടങ്ങിയ സീരിയൽ നമ്പറുള്ള നോട്ട് കളക്ഷൻ ആണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. 23 years ആയി ഹോബി തുടങ്ങിയിട്ട്. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ ഉണ്ടാവുമാണ് ഈ ഹോബി തുടങ്ങിയത്. ഇദ്ദേഹമാണ് യാസിർ. മാംഗ്ലൂരുള്ള കല്ലടുക്കിൽ നിന്നാണ് ഇദ്ദേഹം മസ്കറ്റിലെത്തിയത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചു. ഇദ്ദേഹം നോക്കൂ, ഒമാൻ നോട്ട് അച്ചടിച്ച് തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ നോട്ട് കളക്ഷൻസും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരു കൗതുകമായിട്ട് എല്ലാവരും നോട്ട് കളക്ഷനും സ്റ്റാമ്പ് കളക്ഷനും ഒക്കെ ചെയ്തു കാണും. പക്ഷെ അതൊരു ലൈഫ് ലോങ്ങിൽ കണ്ടിന്യൂ ചെയ്തു പോകണമെങ്കിൽ അതിനോട് അത്രയ്ക്കും പാഷനുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം അല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് പോറ്റമ്മയാണ് ഈ നാടെന്ന് പറയുന്നത്. അപ്പൊ ഈ ഇവിടുത്തെ രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും മൂല്യവർത്തമാണ്. അപ്പൊ അത് ഞങ്ങള് ഇങ്ങനൊരു കാര്യം ഞങ്ങൾ അറിയാണ്ട് പോയല്ലോ എന്നുള്ളതൊരു, അത് ഞങ്ങൾക്ക് തന്ന അറിവ്, അതിനും റിയലി താങ്ക്സ്. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇനിയും ഒരുപാട് കോയിൻസും എല്ലാം കളക്ട് ചെയ്യാനും ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കാനും സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള വളരെ കൗതുകമാർന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ മ്യൂസിയം വിസിറ്റ് ചെയ്യാവുന്നതാണ്.